ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇവ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ താമരപ്പൂ വരച്ചാണല്ലോ നമ്മുടെ ഡയറിയിൽ. പിന്നെ നിങ്ങളെ കാണിച്ചാണല്ലോ, കാണാത്തവരുണ്ട്. ഹോം ടൂർ ഡയറിയും ഹോം ടൂർ ബോക്സും കാണാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി കാണുക. ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു താമരയും കൂടെ അങ്ങ് വരയ്ക്കാമെന്ന് വെച്ചു. ഇവിടെ ഫുള്ളങ്ങ് താമര കവർ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ ഈ കുഞ്ഞു പെൻസിലാണ് എടുക്കുന്നത്. എനിക്ക് പെയിൻറ്റിങ്ങിന് അങ്ങനെ കുഞ്ഞു പെൻസിലാണ് നല്ലത്. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാം കാണുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു എനിക്ക് കാണുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഇതെടുത്തു. ഉണ്ട് ഗൈസ്, മൈ ബുക്ക്. ഗൈസ്, അപ്പം ഞാൻ ഇങ്ങനെ സ്റ്റെം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ലൈറ്റായിട്ടാണ് ഗൈസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഗൈസ്? ലൈറ്റായിട്ട് സ്റ്റെം വരച്ചേക്കുന്നത്. ഈ സ്റ്റെം അത്ര എനിക്ക് രസിക്കാനായില്ല. അപ്പം ഞാൻ വേറെ ഒരു സ്റ്റെം വരയ്ക്കാമെന്ന് വെച്ചു. സ്റ്റെം അങ്ങോട്ട് തുടച്ചിട്ട് നമ്മൾ മുമ്പത്തെ പോലെ അങ്ങോട്ട് നോക്കി വരച്ചു ഗൈസ്. ഒരു സ്റ്റെമ്മിൻ്റെ അകത്ത് കൂടുതലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ടോ ഗൈസ്? വരയ്ക്കുന്നത് ലൈറ്റായിട്ടാണ്. ഇച്ചിരി ഡാർക്കാക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ഡാർക്കാക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഇല്ലേ? കാണാൻ പറ്റുന്നില്ല. ഇത്ര ഡാർക്കാക്കാൻ പറ്റുള്ളൂ ഗൈസ്. കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്കിനിയും ഇതിൻ്റെ അകത്ത് നമ്മുടെ താമര മുട്ടുകൾ ഇങ്ങനെ വരച്ചെടുക്കാം ഗൈസ്. ഇങ്ങനെ ചടിച്ച് വെക്കുക. കാണുന്നുണ്ടല്ലോ? ചടിച്ച് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. തീർന്നു ഗൈസ്. എനിക്ക് തോന്നുന്നു അത് മാത്രം കണ്ടോ? അപ്പം നമുക്കിനി ഇത് ഫുള്ളിങ്ങനെ വരച്ചെടുക്കാം. അങ്ങനെ ഗൈസ്, നമ്മളാണെങ്കിൽ പൂമുട്ടുകളും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ലീവ്സ് വരച്ചെടുക്കാം ഗൈസ്. എനിക്ക് തോന്നുന്നു ഫ്ലവർ അത്ര രസമായില്ല. അപ്പം ഞാൻ ഫ്ലവർ അങ്ങ് തുടയ്ക്കുകയാണ് ഗൈസ്. ഫ്ലവർ അത്ര ആയില്ലാത്തതുകൊണ്ട് ഫ്ലവർ അങ്ങ് തുടച്ചിട്ടുണ്ട്. ഇനിയും ചെറുത് ഇവിടെ വരയ്ക്കണം. ഇവിടെ ഫ്ലവർ ഉണ്ടായിരുന്നു. ഇവിടെ നല്ലപോലെ ഫ്ലവർ വന്നിട്ടുണ്ട്. അപ്പം ഈ ചെറുതായിട്ട് ഇനി ഇവിടെ സ്റ്റെം വരയ്ക്കാം ഗൈസ്. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എന്താ സ്റ്റെം വരച്ചിട്ടുണ്ട്. കാണുന്നില്ലാന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഡാർക്കാക്കാം. ഓക്കെ, എനിക്ക് ഇപ്പം കാണുന്നുണ്ടോ? കാണുന്നുണ്ട് ഗൈസ്. നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ ഗൈസ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും രാവും പകലും വീഡിയോസ് എടുത്തിട്ടുള്ളത് ഗൈസ്. അപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോയാൽ എങ്ങനെ ഗൈസ്? ഓരോരുത്തർക്ക് 10 മില്യൺ 1 മില്യണൊക്കെ അടിച്ചു ഗൈസ്. നമ്മളിവിടെ 40 കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്.
നമ്മൾ ഫ്ലവർ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുവാണ്. തെറ്റിപ്പോകും ഗൈസ്. പിന്നെ നമ്മളിങ്ങനെ വരച്ചോണ്ടിരിക്കുമ്പോൾ ഈ നടുക്കത്തെ ഭാഗം അപ്പോൾ ഈ ഫ്ലവർ വരയ്ക്കുന്നതിനും എന്താ തെറ്റൊന്നുമില്ലെന്ന് ചോദിക്കാം. എങ്ങനെയാണ് തെറ്റാതിരിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് പറയുന്ന ഒരിതാണ് ഞാൻ പറയുവാണ്. നമ്മളിങ്ങനെ നടുക്ക് ഇങ്ങനെ വരയ്ക്കത്തില്ലേ, ഈ നടുക്ക്, ഈ നടുക്കല്ല, ഈ ഫ്ലവറിൻ്റെ നടുക്ക്, ആ നടുക്ക് കറക്റ്റായാൽ ബാക്കിയെല്ലാം സെറ്റാവും ഗൈസ്. ആ നടുക്കൊന്ന് കറക്റ്റാവണം, ബാക്കിയെല്ലാം സെറ്റാവും. അപ്പം ഇനി താരയും കൂടെ വരയ്ക്കണം. താര ഇച്ചിരി ഡാർക്കായിട്ട് വരയ്ക്കാൻ തോന്നുന്നു. കാണുന്നുണ്ടോ? ഇങ്ങനെ ഡാർക്കായിട്ട് വരയ്ക്കണം. ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ളൊരു ഇത് വരയ്ക്കാമെന്ന്. കണ്ടോ, എനിക്കിങ്ങനെ ഒരു പൂ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത പൂവ് സൈഡ് അങ്ങോട്ട് സെറ്റായില്ല, ആ സൈഡിൽ സെറ്റാക്കി, നടുക്ക് സെറ്റാക്കി, ഈ സൈഡ് സെറ്റാക്കി. കണ്ടോ, ഏതെങ്കിലും ഒരു സൈഡൊക്കെ നമുക്ക് തെറ്റാതിരിക്കില്ല. അങ്ങനെ ഇനി ലാസ്റ്റിലത്തെ ഒരു പൂവാണ് ഗൈസ് വരയ്ക്കാൻ പോകുന്നത്. അങ്ങനെ ഇവിടെ നിറച്ചും പൂവ് വരച്ചിട്ടുണ്ട്. ലീവ്സ് വരയ്ക്കുന്നില്ല. ഞാൻ നമുക്ക് ഇവിടെ വരയ്ക്കുള്ളതിന് 3 സ്റ്റെംസേ വരയ്ക്കുന്നുള്ളൂ. വേഗം പൂ വരച്ചെടുക്കാം ഗൈസ്. നമുക്ക് എന്താ വരയ്ക്കുന്നതിന് കുഴപ്പമില്ല, എത്ര സമയം പോയാലും കുഴപ്പമില്ല. വരയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരയ്ക്കണം, അതെനിക്കുണ്ട് ഗൈസ്. ലാസ്റ്റായിട്ട് ഇവിടെയും കൂടെ ഒന്ന് വരച്ചേക്കാൻ ഞാൻ വിചാരിച്ചു. അവിടെ നിന്ന് ഇച്ചിരി സ്റ്റെമ്മ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ സ്റ്റെമ്മ് കൂടിയപ്പോൾ വൃത്തികേടായി. അപ്പം ഞാൻ അവിടെ നിന്ന് തുടച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പൂ വരച്ചു, ഒന്നാമത്തെ പൂ സെറ്റാക്കി. ഓക്കെ ഗായ്സ്, നമ്മൾ ഫുൾ പൂവും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണണ്ടേ ഗായ്സ്? അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഗായ്സ് ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഗായ്സ്. ഇതാണ് ഞാൻ ഇപ്പോൾ വരച്ചെടുത്ത ഫ്ലവേഴ്സും ഇത് മുമ്പേ വരച്ചെടുത്ത ഫ്ലവേഴ്സും. ഇത് രണ്ടും ഇന്ന് വരച്ചെടുത്ത ഫ്ലവറാണ് ഗായ്സ്. അപ്പം ഞാനാണെങ്കിൽ എല്ലാം സാധനം എടുത്ത് വെക്കുവാണ് ഗായ്സ്. എടുത്ത് വെച്ചിൽ വൃത്തികേടായി കിടക്കും. ഇവിടെയൊക്കെ വൃത്തികേടായാൽ എല്ലാം പ്രശ്നമായിട്ട് ഗൈസ്. ഇതെല്ലാവരും വിചാരിക്കും നമ്മുടെ ഫെവിക്വിക്കായിരിക്കും എന്ന് വിചാരിക്കും. കാരണമല്ല, ഇത് ഞാനിങ്ങനെ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ എടുക്കാൻ പോകണ്ടേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒഴിക്കുന്ന സാധനമാണ് ഗൈസ്. ഇത് കാണുന്നുണ്ട്, ആ വെള്ളം പോകുന്നുണ്ട്. ആ പശ പോലെ ഇരിക്കും ഗൈസ്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഓട്ടയിൽ ഇങ്ങനെ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. അതിന് ഞാൻ തീർന്ന ഫെവിക്വിക്കിൻ്റെ ഒരു ഇത് എടുത്തതാണ് ഗൈസ്. ഇതൊക്കെ യൂസ്ഫുള്ളാണ് ഗൈസ്. ദിസ് ഈസ് മൈ കളർ. ഇപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ആ സൈഡിലിരിക്കുന്നൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. എല്ലാവരും ഒന്നുമില്ല,
ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ട് സൈഡിലിരിക്കുന്നത് എന്താ ചേച്ചി കൂടെ ഒന്ന് ചേച്ചി എന്നല്ല സോറി എന്താണത് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിലാക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കുറേ സമയം പോയി, 10 minutes 20 seconds ആയിട്ടുണ്ട്. അപ്പോൾ ബൈ ഗായ്സ്, ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അവിടെ ബോർഡ് എഴുതുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വ്ളോഗ്സ് വരുന്നിടം വരെ